ശാസ്ത്രീയമായ രീതിയിൽ മറ്റു വിളകളെ പോലെ വളർത്തി പരിപാലിച്ച കന്നുകാലികൾക്ക് നൽകുന്ന പോഷകസമ്പുഷ്ടമായ തീറ്റയാണ് പച്ചപ്പുല്ലുകൾ. ആദായകരമായ ക്ഷീരോത്പാദനത്തിന് പച്ചപ്പുല്ല് വളർത്തുന്നത് പരമപ്രധാനമാണ്. പച്ചപ്പുല്ലിൽ നിന്നും കന്നുകാലികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ, മാംസ്യം, ജീവകങ്ങൾ, ധാതുലവണങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്നു. നമ്മുടെ കൃഷിയിടങ്ങളിലും വീട്ടുവളപ്പുകളിലും പച്ചപ്പുല്ല് വളർത്തേണ്ടത് പരമപ്രധാനമാണ്. കേരളത്തിലെ കാലാവസ്ഥയിലേക്ക് ഏറ്റവും യോജിച്ച പച്ചപ്പുല്ലാണ് ഹൈബ്രിഡ് നേപ്പിയർ അഥവാ സങ്കര നേപ്പിയർ. സങ്കര ഇനത്തിൽപ്പെട്ട ഒരു പശുവിന് ഒരു ദിവസം ശരാശരി 25 മുതൽ 30 കിലോഗ്രാം പച്ചപ്പുല്ല് തീറ്റയായി നൽകേണ്ടതുണ്ട്. തീറ്റപ്പുല്ല്, ധാന്യവിളകൾ, മാംസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള പയർവർഗ്ഗങ്ങൾ, വൃക്ഷവിളകൾ എന്നിവ ഇതിനായി ഉപയോഗിക്കാം. അത്യുൽപാദന ശേഷിയുള്ള തീറ്റപ്പുല്ലിനങ്ങൾ നമ്മുടെ പറമ്പുകളിൽ നട്ടുവളർത്തുന്നത് പശുക്കൾക്ക് ആവശ്യാനുസരണം ഗുണമേന്മയുള്ള തീറ്റപ്പുല്ല് നൽകാൻ സഹായിക്കും. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും ഒരിക്കൽ കൃഷി ചെയ്താൽ വർഷങ്ങളോളം വിളവെടുക്കാവുന്നതുമായ ഒരു തീറ്റപ്പുല്ലിനമാണ് ഹൈബ്രിഡ് നേപ്പിയർ അഥവാ സങ്കര നേപ്പിയർ. നേപ്പിയർ പുല്ല് ബജ്രയുമായി പരാഗണം നടത്തി രൂപപ്പെടുത്തിയിട്ടുള്ള സങ്കര നേപ്പിയർ ധാരാളം ചിനപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നതും പെട്ടെന്ന് തഴച്ചു വളരുന്നതുമായ ഒരിനമാണ്. എല്ലാത്തരം മണ്ണിലും സങ്കര നേപ്പിയർ കൃഷി ചെയ്യാം. മണൽ കലർന്ന പശുമരാശി മണ്ണാണ് ഏറ്റവും ഉത്തമം. എങ്കിലും ജൈവവസ്തുക്കളാൽ സമ്പുഷ്ടമായതും വെള്ളം കെട്ടിനിൽക്കാത്തതുമായ മണ്ണിൽ ഇത് നന്നായി വളരും. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ സുഗുണ, സുസ്ഥിര എന്നീ ഇനങ്ങളും തമിഴ്നാട് കാർഷിക സർവകലാശാലയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള CO2, 3, 4, 5 എന്നീ ഇനങ്ങളും കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ്. ഇടവപ്പാതിയുടെയോ തുലാവർഷത്തിൻ്റെയോ ആരംഭത്തിൽ കൃഷി തുടങ്ങാം. ഇതിനായി നിലം ആഴത്തിൽ നന്നായി കിളച്ചൊരുക്കണം. വേര് പിടിപ്പിച്ച ചിനപ്പുകളോ തണ്ടുകളോ നടാനായി ഉപയോഗിക്കാം. 3 മാസം പ്രായമായ തണ്ടുകൾ 2-3 മുട്ടുകൾ ലഭിക്കത്തക്ക നീളത്തിൽ മുറിച്ചെടുത്ത് നടാം. വരികൾ തമ്മിലും ചെടികൾ തമ്മിലും 2 അടി അകലം നൽകണം. ഒരു മുട്ട് മണ്ണിനടിയിലാകത്തക്കവണ്ണം നേരെയോ ചരിച്ചോ കമ്പുകൾ നടാം. മണ്ണിനടിയിലെ മുട്ടിൽ നിന്നും വേര് വരുന്നതോടൊപ്പം മുകളിലെ മുട്ടുകളിൽ നിന്നും ഇലകളും ഉണ്ടാകും. അടിവളമായി സെന്റൊന്നിന് 100 കിലോ ചാണകവും ഒപ്പം 1 കിലോ രാജ്ഫോസും 350 ഗ്രാം പൊട്ടാഷും മണ്ണിൽ ചേർത്ത് കൊടുക്കണം. മഴയില്ലാത്ത സമയത്ത് നനയ്ക്കുകയും മഴയുള്ളപ്പോൾ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുകയും വേണം. ആദ്യ 2 മാസം കളനിയന്ത്രണത്തിലും ശ്രദ്ധിക്കണം. നട്ട് 10 ആഴ്ച കഴിയുമ്പോൾ ആദ്യ വിളവെടുപ്പ് നടത്താം. തറനിരപ്പിനോട് ചേർത്ത് തണ്ടുകൾ മുറിച്ചെടുത്ത ശേഷം ചാണക സ്ലറിയോ തൊഴുത്ത് കഴുകിയ വെള്ളമോ ഒഴിച്ചു കൊടുക്കുന്നത് വളർച്ച വേഗത്തിലാക്കും. ഓരോ വിളവെടുപ്പിന് ശേഷവും സെന്റൊന്നിന് 500 ഗ്രാം യൂറിയ മണ്ണിൽ ചേർത്ത് കൊടുക്കണം. 45 മുതൽ 60 ദിവസം കഴിയുമ്പോൾ ചെടികൾ 1.5 മീറ്റർ ഉയരത്തിൽ വളരും. ഈ സമയം വീണ്ടും വിളവെടുപ്പ് നടത്താം. ഇത്തരത്തിൽ ഒരു വർഷം 6-7 വിളവെടുപ്പ് സാധ്യമാണ്. ഒരു ചുവട്ടിൽ നിന്നും ശരാശരി 5 കിലോഗ്രാം പച്ചപ്പുല്ല് ലഭിക്കും. ഹൈബ്രിഡ് നേപ്പിയറിൽ ഓക്സലേറ്റിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ കൃത്യസമയത്ത് തന്നെ വിളവെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂപ്പ് കൂടുമ്പോൾ നീര് കുറയുകയും ഉറപ്പ് കൂടുകയും ചെയ്യും. തെങ്ങിൻ തോപ്പിൽ ഇടവിളയായി കൃഷി ചെയ്യാൻ വളരെ അനുയോജ്യമായ ഒരു വിളയാണ് സങ്കര നേപ്പിയർ. ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ വരികൾ തമ്മിൽ 2 അടി അകലവും ചെടികൾ തമ്മിൽ 1 അടി അകലവും നൽകിയാൽ മതിയാകും. ഒരു പശുവിന് വർഷം മുഴുവൻ പച്ചപ്പുല്ല് നൽകാൻ എത്ര സ്ഥലത്ത് ഹൈബ്രിഡ് നേപ്പിയർ കൃഷി ചെയ്യണം? ഇത് സാധാരണ എല്ലാ കർഷകരും ചോദിക്കാറുള്ള ചോദ്യമാണ്. ഒരു ദിവസം 5 ചുവട് പുല്ല് അരിഞ്ഞാൽ ചുവടൊന്നിന് 5 കിലോ വെച്ച് ഒരു പശുവിന് 25 കിലോ പുല്ല് ലഭിക്കും. ഒരു സെന്റിൽ 100 ചുവട് നേപ്പിയർ ആണ് കൃഷി ചെയ്യാൻ സാധിക്കുക എന്നതിനാൽ 20 ദിവസം കൊണ്ട് ഈ പുല്ല് അരിഞ്ഞു തീരും.
ആദ്യത്തെ പുല്ല് വെട്ടുന്നതിന് ഏകദേശം 70 ദിവസം വേണ്ടി വരുന്നത് കൊണ്ട് 3 മുതൽ 5 സെൻറ് സ്ഥലത്ത് ശാസ്ത്രീയമായി ഹൈബ്രിഡ് നേപ്പിയർ കൃഷി ചെയ്ത് പരിപാലിച്ചാൽ വർഷം മുഴുവൻ പശുവിന് നൽകാനുള്ള പുല്ല് നമുക്ക് ലഭിക്കും.